എന്ത് പറ്റി ചേട്ടാ? മൊത്തത്തിൽ സങ്കടത്തിലാണല്ലോ. 10 കൊല്ലമായിട്ട് കൃഷി ചെയ്യുന്നത്. കൃഷിയിൽ നിന്ന് വലിയ വരുമാനം കിട്ടുന്നില്ല. പിന്നെ നാട്ടിൽ മൊത്തം കടം, എല്ലാവരോടും പൈസയും ചോദിച്ചിട്ട് ഭയങ്കര. ചേട്ടന് ഈ ഒരു കൃഷി ഒരു ബിസിനസ് ആക്കി മാറ്റിയാ പോരെ? കൃഷി ബിസിനസ് അതെങ്ങനെയാ? ഇപ്പൊ ഈ കർഷകർക്ക് എല്ലാം പറ്റുന്ന പ്രശ്നമായത് നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു കൃഷി തന്നെ ഒരു ബിസിനസ് ആക്കി മാറ്റി നിങ്ങൾക്ക് എത്ര രൂപ ലാഭം കിട്ടുമെന്നറിയോ? എങ്ങനെ മനസ്സിലായില്ലത്? അതെങ്ങനെയാണെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മോടൊപ്പം കൂടെ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് കർഷകർ. പക്ഷേ ഇന്ന് എത്ര കർഷകരാണ് സമാധാനത്തോടെ ജീവിക്കുന്നത്? ഭൂരിഭാഗം കർഷകരും മരണത്തിന്റെ വക്കിൽ എത്തി നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് കർഷകർ ഇത്രയേറെ കഠിനാധ്വാനം ചെയ്തിട്ടും സമൃദ്ധമായി ജീവിക്കാൻ കഴിയാത്തത്? ഇന്ന് അതിന്റെ കാരണവും അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നുമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. വരൂ, നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. കർഷകർ അധ്വാനിക്കുന്നു, കൃഷി ചെയ്യുന്നു, അതിൽ നിന്ന് വിളവെടുക്കുന്നു. പക്ഷേ അതിന്റെ ലാഭം നേടുന്നത് മറ്റു ചിലരാണ്. അതെങ്ങനെയാണെന്ന് ചില ഉദാഹരണങ്ങളോടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു ഉദാഹരണത്തിന് കരിമ്പ് കൃഷി എടുക്കാം. കരിമ്പ് കൃഷി ചെയ്യുന്ന കർഷകന് 1 ടൺ കരിമ്പിന് ഏകദേശം 2800 രൂപ മുതൽ 3000 രൂപ വരെയാണ് ലഭിക്കുന്നത്. പക്ഷേ ആ കർഷകൻ വഹിക്കേണ്ട ചിലവുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. വളങ്ങൾ, ജലം, തൊഴിലാളികളുടെ കൂലി, ഗതാഗതം എന്നിവയുടെ എല്ലാം ചിലവുകളും വഹിക്കേണ്ടത് ആ കർഷകൻ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ആരാണ് ഇതിൽ നിന്ന് ലാഭം നേടുന്നത്? അതൊരു വലിയ ചോദ്യമാണ്. ഷുഗർ മിൽ നടത്തുന്നവർ. അവർ അതിൽ നിന്ന് ശർക്കര, ജാഗരി, എത്തനോൾ, വൈദ്യുതി എന്നിവ നിർമ്മിച്ച് അതിൽ നിന്ന് 5 മടങ്ങ് കൂടുതൽ ലാഭം അല്ലെങ്കിൽ 10 മടങ്ങ് കൂടുതൽ ലാഭം നേടുന്നു. കർഷകന് കേവലം 1500 രൂപയോ 3000 രൂപയോ ലഭിക്കുന്ന സ്ഥാനത്ത് ഇവർക്ക് അതിൽ നിന്ന് 5 മടങ്ങ് 10 മടങ്ങ് കൂടുതൽ ലാഭം നേടാൻ സാധിക്കുന്നു. ഇന്ധനത്തിനുള്ള എത്തനോൾ നിർമ്മാണത്തിനായി ഇവ ഉപയോഗിക്കുന്നുണ്ട്. ആ കമ്പനികൾ ഇവ ഉപയോഗിച്ച് കൂടുതൽ ലാഭം നേടുന്നു. അത് മാത്രമല്ല ഐസ്ക്രീം, ഡെസേർട്ട് എന്നിവയിലും ഇത്തരത്തിലുള്ള പാനീയങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ആ കമ്പനികളും ഇതിൽ നിന്ന് 10 ഇരട്ടി കൂടുതൽ ലാഭം നേടുന്നു. കർഷകർ ഇത് ഉൽപ്പാദിപ്പിച്ച് അവരുടെ ഉൽപ്പാദനത്തിനുള്ള ചിലവുകൾ കഴിയുമ്പോൾ അവർക്ക് ഏകദേശം 100 രൂപ 200 രൂപയായിരിക്കും ലാഭം ലഭിക്കുന്നത്. പക്ഷേ ഇത് മറ്റ് കമ്പനികൾ വാങ്ങി അതിനെ കൂടുതൽ മോഡിഫൈ ചെയ്ത് മറ്റൊരു പ്രോഡക്റ്റ് ആക്കി മാറ്റുമ്പോൾ അവർക്ക് അതിൽ നിന്ന് കൂടുതൽ ഡബിൾ മടങ്ങ് ലാഭമാണ് ലഭിക്കുന്നത്. സാധാരണ ഒരു കർഷകൻ ഈ ഒരു കരിമ്പ് കൃഷിയിൽ നിന്ന് 2800 രൂപ മുതൽ 3000 രൂപ വരെ നേടുമ്പോൾ ഈ ഒരു കമ്പനികൾ, ഈ വൻകിട കമ്പനികൾ ഈ ഷുഗർ കെയിൻ വാങ്ങുകയും അവർക്ക് ഇതിൽ നിന്ന് മാസം 2 ലക്ഷം രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ സമ്പാദിക്കാനും കഴിയുന്നു. ഞാൻ നിങ്ങൾക്ക് മറ്റൊരു ഉദാഹരണം കൂടി പറഞ്ഞു തരാം. നെൽകൃഷി ഏകദേശം 1200 രൂപ മുതൽ 1500 രൂപ വരെയാണ് ലഭിക്കുന്നത്. പക്ഷേ റൈസ് മില്ലുകൾ ഈ നെല്ല് വാങ്ങുകയും അതിനെ അരിയാക്കി മാറ്റുകയും അവർ ഈ അരിയിനെ ഏകദേശം 3000 രൂപ മുതൽ 4000 രൂപ വരെ വിൽക്കുകയും ചെയ്യുന്നു. ഹോട്ടലുകൾ ഈ അരി വാങ്ങുകയും അവർ സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കി നൽകുകയും അവർ ഏകദേശം ഈ അരിയിൽ നിന്ന് 20000 രൂപ മുതൽ 30000 രൂപ വരെ ലാഭം നേടുകയും ചെയ്യുന്നു. ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാധാരണ കർഷകർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണിയെടുത്തുണ്ടാക്കിയ ആ ഒരു നെല്ല് ഏകദേശം 1200 രൂപ മുതൽ 1500 രൂപയ്ക്ക് വിൽക്കുമ്പോൾ മറ്റ് കമ്പനികൾ ആ ഒരു അരി ഉപയോഗിച്ച് 20000 രൂപ മുതൽ 30000 രൂപ വരെ ലാഭം നേടുകയാണ്. മറ്റൊരു ഉദാഹരണമാണ് തക്കാളി കൃഷി. തക്കാളി കർഷകർക്ക് 6 രൂപയോ 10 രൂപയോ കൊടുത്ത് 1 കിലോ തക്കാളി വാങ്ങുന്നു. പക്ഷേ വൻകിട കമ്പനികൾ അതിനെ സോസാക്കി മാറ്റുകയും 1 ലിറ്റർ സോസിന് 100 രൂപ മുതൽ 150 രൂപ വരെ ലാഭം നേടുകയും ചെയ്യുന്നു. മറ്റുദാഹരണങ്ങളാണ് പാൽ, നെല്ലിക്ക. ഏത് ഉൽപ്പന്നമായാലും കർഷകർ അവരുടെ മാക്സിമം അധ്വാനവും സമ്പത്തും എല്ലാം നൽകി കൃഷി ചെയ്യുകയും ഒരു ലാഭം കിട്ടാതെ പോവുകയും ചെയ്യുന്നു. മറ്റ് വൻകിട കമ്പനികൾ ആ ഒരു പ്രോഡക്റ്റ് വാങ്ങുകയും കൂടുതൽ ലാഭം നേടുകയും ചെയ്യുന്നു. എന്തുകൊണ്ട് കർഷകർക്ക് അവരുടെ കൃഷി ഒരു ബിസിനസ് ആക്കി മാറ്റിക്കൂടാ? ഈ വീഡിയോയുടെ തുടക്കം നമ്മൾ കണ്ടതാണ്. ഒരു കർഷകൻ ആത്മഹത്യയുടെ വക്കിൽ എത്തി നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ആ കർഷകന് ആ ഒരു കൃഷി ഒരു ബിസിനസ് ആക്കി മാറ്റി കൂടുതൽ ലാഭം നേടിയെടുത്തുകൂടാ? കർഷകർ ഉൽപാദനത്തിന് ശേഷം മൂല്യ ശൃംഖലയിൽ നിന്ന് പിന്മാറുന്നു. അതുകൊണ്ടാണ് കർഷകന് വേണ്ടത്ര ലാഭം നേടാൻ കഴിയാത്തത്. ഇവിടെ കർഷകർ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ് അവർ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു, പക്ഷേ അവർ അതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നില്ല. സംസ്കരണം, ബ്രാൻഡിംഗ്, പാക്കേജിംഗ്, വിതരണ ശൃംഖല എന്നിവയിൽ അവർ പങ്കാളികളാകുന്നില്ല. ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ പങ്കാളികളാവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷിയിൽ നിന്ന് കൂടുതൽ ലാഭം നേടാനും സാധിക്കുന്നു. കർഷകർക്ക് കർഷകരുടെ വരുമാനം 3 ഇരട്ടി അല്ലെങ്കിൽ 5 ഇരട്ടി വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. പ്രോസസിംഗിൽ പങ്കാളികളാകുക, കർഷക ഉൽപാദന സംഘടനകൾ രൂപീകരിക്കുക, ഫാം ബ്രണർ ആകുക. നിങ്ങളുടെ പ്രോഡക്റ്റ് മറ്റുള്ള കമ്പനികൾക്ക് നൽകുന്നതിന് പകരം നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് ആയി നിങ്ങളുടെ വസ്തുക്കൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാവുന്നതാണ്. നിങ്ങൾക്ക് തന്നെ സ്വന്തമായി ഒരു ചെറിയ രീതിയിലുള്ള പ്രോസസിംഗ് യൂണിറ്റ് ആരംഭിക്കാവുന്നതാണ്. അതിനുശേഷം സോഷ്യൽ മീഡിയയിലൂടെയും ഓൺലൈനായും നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് ആയി വിൽക്കുകയും ചെയ്യാം. നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്ട്സിന്റെ മൂല്യവർദ്ധനയ്ക്കുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനിൽ പങ്കാളികളാകുക.
നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പ്രോഡക്റ്റിനെ ഒരു ബ്രാൻഡാക്കി മാറ്റാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ഈ പ്രോഡക്റ്റിനെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയി കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുകയും ചെയ്യാവുന്നതാണ്. പ്രധാനമായി നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്, കർഷകർക്ക് വേണ്ടി സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ സ്വീകരിക്കുക. എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ബേസിക് ഡിജിറ്റൽ നോളജ് നിങ്ങൾ തന്നെ സ്വന്തമായി നേടാൻ ശ്രമിക്കുക. അതിനുശേഷം സർക്കാർ ആനുകൂല്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്കുള്ള ആ ഒരു തുക എടുക്കുകയും അത് നിങ്ങളുടെ കൃഷിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ കൃഷിയെ എങ്ങനെ ഒരു ബിസിനസ് ആക്കി മാറ്റാം, ഒരു ബ്രാൻഡാക്കി മാറ്റാം എന്നിവയെ കുറിച്ച് ചിന്തിച്ചതിന് ശേഷം ആ ഒരു തുക നിങ്ങൾക്ക് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യാം. ഇത്തരത്തിൽ കൃഷിയെ ബിസിനസ് ആക്കി മാറ്റി ജീവിതത്തിൽ വിജയിച്ച ചിലരുടെ കഥകൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരാം. സുഭാഷ് പാലേക്കർ മഹാരാഷ്ട്രയിലെ ഒരു കർഷകനാണ്. സാധാരണ കർഷകനായിരുന്ന അദ്ദേഹം നാച്ചുറൽ ഫാമിംഗിലേക്ക് മാറി. അതിനുശേഷം സ്വന്തമായി ഒരു ഓർഗാനിക് ബ്രാൻഡിംഗ് ആരംഭിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വരുമാനം അദ്ദേഹത്തിന് ആദ്യം ലഭിച്ചുകൊണ്ടിരുന്നതിൽ നിന്ന് 10 മടങ്ങ് അധികമായി ലഭിക്കുകയും ചെയ്തു. ഇവിടെ കർഷകർ എല്ലാവരും ചെയ്യാൻ തയ്യാറാകേണ്ട ചില കാര്യങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. എല്ലാ കാര്യങ്ങളും പഠിക്കാനുള്ള ഒരു മനോഭാവം നിങ്ങൾക്കുണ്ടാകണം. ചെറിയ മൂലധനത്തിൽ നിന്ന് നിങ്ങളുടെ ബിസിനസ് സംരംഭം നിങ്ങൾ ആരംഭിക്കാനും തയ്യാറാകണം. നിങ്ങൾ ഏത് കൃഷിയാണോ ചെയ്യുന്നത് ആ ഒരു കൃഷിയെ എങ്ങനെ ഒരു ബിസിനസ് ആക്കി മാറ്റാമെന്നുള്ള ചിന്ത നിങ്ങൾ ഇപ്പോൾ തന്നെ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ പ്രാദേശിക പ്രോസസിംഗ് യൂണിറ്റുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ എന്ത് ബിസിനസ് ആരംഭിച്ചാലും അത് ദീർഘകാല അടിസ്ഥാനത്തിൽ ചിന്തിക്കുക. അതെങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ മെച്ചപ്പെട്ടതാക്കി മാറ്റാമെന്നും ഇപ്പോഴേ നിങ്ങൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഓരോ ഇന്ത്യൻ കർഷകനും ഇപ്പോൾ സമ്പാദിക്കുന്നതിൽ നിന്ന് 3 മടങ്ങ് അല്ലെങ്കിൽ 4 മടങ്ങ് അധികം നിങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിക്കും. നിങ്ങൾ നിങ്ങളുടെ കൃഷിയെ ഒരു ബിസിനസ് ആക്കി മാറ്റിയാൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നതിൽ നിന്ന് 10 മടങ്ങ് ലാഭം അതിലൂടെ നേടാൻ സാധിക്കും. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കർഷകൻ ഇപ്പോൾ ദാരിദ്ര്യം അനുഭവിക്കുകയും നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് വരുമാനം ലഭിക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ അതിനുള്ള കാരണം എന്താണെന്നും അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇനി ഏത് തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആണ് വേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിലും പറയൂ. Bosswala. Be the boss.